അതെ, എറണാകുളം ജില്ലയില് കാക്കനാട് ഇപ്പോൾ വീടുകളൊക്കെ കുറഞ്ഞു വരികയാണ്. കാരണം ഒരുപാട് പേര് വളരെ പെട്ടെന്നാണ് വീടുകളെല്ലാം തന്നെ വാങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് ഒട്ടും വൈകണ്ട. ഇതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകൾ മാർബിൾ ഹോംസ് കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് തന്നെ വിളിക്കുക, സ്വന്തമാക്കാൻ ശ്രമിക്കുക. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളി പൂക്കാട്ടുപടി റൂട്ടിൽ നിന്ന് വെറും 1 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ് ഈ കാണുന്ന ഒരു വില്ല പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത്. 2 വീടുകളാണ് ഇവിടെ പണി നടന്നുകൊണ്ട് ഏകദേശം ഫിനിഷിംഗ് ആയിരിക്കുന്നത്. ഒരു വീട് പണി നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ സെയിൽ ആയിട്ടുണ്ട്. ഈ ഒരു വീടും കൂടിയാണ് നിങ്ങൾക്ക് ഇനി അവൈലബിൾ ആയിട്ടുള്ളത്. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നിങ്ങളൊന്ന് നോക്കിക്കോളൂ. ഇന്റർലോക്കിംഗ് ടൈൽ വിരിച്ച വഴികളാണ്. നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഇടപ്പള്ളി പുക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്നും 1 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് നോക്കുവാണെങ്കിൽ 8.5, ഇടപ്പള്ളിയിലേക്ക് 9 കിലോമീറ്ററും, കുസാറ്റിലേക്ക് കളമശ്ശേരിയിലേക്ക് 7.9 കിലോമീറ്ററും, ആലുവ ഭാഗത്തേക്ക് 9 കിലോമീറ്റർ, എയർപോർട്ടിലേക്ക് വെറും 19 കിലോമീറ്റർ ഡിസ്റ്റൻസിലുമാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നിങ്ങൾ ഒന്ന് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ വില്ല പ്രൊജക്ട് ആണിത്. കാരണം 2 വീടുകളാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഒരെണ്ണം സെയിലായി, ബാക്കി ഈ കാണുന്ന ലാൻഡിൽ കംപ്ലീറ്റ് ആയിട്ട് 3-4 വീടുകളും കൂടി കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അതിവിടെ കഴിഞ്ഞാൽ നല്ലൊരു വില്ല പ്രൊജക്ടിന്റെ ഭാഗമായിട്ടായിരിക്കും ഈ ഒരു വീട് കൂടി വരുന്നത്. വീതിയുള്ള ഇന്റർലോക്കിംഗ് ടൈൽ വിരിച്ച വഴി നിങ്ങൾ കണ്ടു. മതിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലുമാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു എലിവേഷൻ ആണ് വീടിന് കൊടുത്തിരിക്കുന്നത്. നല്ല വൈറ്റ് കളർ പെയിന്റ് ഒക്കെ കൊടുത്തിട്ട് ബ്രിക്ക് മോഡലുള്ള വർക്കുകൾ വരുന്നുണ്ട്. പിന്നെ മുകളിലൊക്കെ ബാൽക്കണിയുടെ പോർഷനിലൊക്കെ ഗ്ലാസ് വർക്കുകളും അതുപോലെ ജാളി വർക്കും ഒക്കെ കൊടുത്ത് ആവശ്യത്തിന് ലൈറ്റ് ഫിറ്റിംഗ്സും കൊടുത്തിട്ട് നല്ലൊരു എലിവേഷൻ ആണ് വീടിന് കൊടുത്തിരിക്കുന്നത്. 3.5 സെന്റിൽ 1700 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളും കിണർ വെള്ള സൗകര്യത്തോട് കൂടിയിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നിങ്ങൾ നേരെ വരുമ്പോൾ ഫ്ലോറിൽ ഇതുപോലെ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. കവേർഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഒന്നാമത്തെ കാറിനുള്ള പാർക്കിംഗ് സ്പേസ് ഇവിടെയും, അവിടെ നമുക്കൊരു ചെറിയ കാറിനുള്ള പാർക്കിംഗ് സ്പേസും 2 വീലർ വെക്കാനുള്ള സ്പേസും കൂടെ കിട്ടുന്നുണ്ട്. വീടിന്റെ ലെഫ്റ്റ് സൈഡിലെ ആ ഒരു പോർഷനിലേക്ക് പോയി നോക്കിയാൽ അത്യാവശ്യം അവിടെ സ്പേസ് കിട്ടുന്നുണ്ട്. ചെറിയൊരു കാർ അഡ്ജസ്റ്റ് ചെയ്തിടാനും അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെടി ചട്ടികളൊക്കെ വെക്കാനായിട്ട് നല്ലൊരു സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോഴുള്ള ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും അത്യാവശ്യം നല്ല വീതിയുള്ള സ്ഥലവുമാണ്. ടൈല് തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡ് നോക്കിയാൽ നല്ല സ്പേഷ്യസ് ആയ ഏരിയ ആണ്. കിച്ചണിന്റെ ആ ഒരു ഭാഗത്തൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കവർ ചെയ്താൽ വർക്ക് ഏരിയ ആയിട്ട് കൂടി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോഴുള്ള റൈറ്റ് സൈഡ് ആണ്. ഇവിടെയും ഏരിയ സ്പേഷ്യസ് ആണ്. ഇവിടെയാണ് നിങ്ങളുടെ കിണർ വരുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. വീടിന് ഒരു ഒതുങ്ങിയ സിറ്റ് ഔട്ട് ആണ്. ഗ്രാനൈറ്റ് ആണ് വെച്ചിരിക്കുന്നത്. ഒരു 2 ചെയറുകളൊക്കെ നമുക്ക് ഇടാനുള്ള നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ഇതാണ് നിങ്ങളുടെ മെയിൻ ഡോർ. നല്ല ഭംഗിയുള്ള ഡിസൈനിൽ ആഞ്ഞിലയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ഇവിടുത്തെ മരങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഈസ്റ്റ് ഫേസിംഗ് ആണ്. കിഴക്കോട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ സിറ്റ് ഔട്ടിന്റെ മുകളിലുള്ള ബാൽക്കണി, നമ്മളുടെ ആ ഒരു റൂഫ് ഒക്കെ നോക്കുവാണെങ്കിൽ ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. വീട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ നോക്കിയപ്പോഴും കണ്ടിരുന്നു ആവശ്യത്തിന് മാത്രമുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അകത്ത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് വീടിന്റെ ലിവിംഗ് സ്പേസ്. 12-11.5 ഫീറ്റ് ആണ് ലിവിംഗ് സ്പേസിന് കൊടുത്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ഏരിയ ആണ്. 2 ഭാഗത്ത് വിൻഡോസ് വരുന്നുണ്ട്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. TV യൂണിറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ആ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഗ്രേ പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ നോക്കുവാണെങ്കിൽ പാനലിംഗ് വർക്ക് വരുന്നുണ്ട്. താഴെ ക്ലോസ്ഡ് കബോർഡുകളൊക്കെ ആയിട്ടാണ് TV വെക്കാനുള്ള സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. റൂഫ് നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് സ്പേസിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു എൻട്രൻസിന്റെ മിഡിൽ പോർഷനിലായിട്ട് ചെറിയൊരു LED ലൈറ്റ് വരുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് വളരെ വലിയൊരു ഡൈനിങ് സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. 14 അടി നീളവും 8 അടി വീതിയുമുള്ള വലിയ ഡൈനിങ് സ്പേസ് ആണ്. ഈ ഒരു വോളിലെ 2 വിൻഡോസും അവിടെ വേറെ 2 വിൻഡോസും നല്ല രീതിയിൽ തന്നെ എയർ സർക്കുലേഷൻ കിട്ടുന്ന രീതിയിലാണ് വിൻഡോസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ട് LED സ്ട്രിപ്പുകൾ വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മാത്രമാണ് അവിടെ ലൈറ്റ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. സ്റ്റെപ്സിലൊക്കെ ഗ്രാനൈറ്റ് ആണ്. ഹാൻഡ് റൈൽസ് ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ സൈഡിലായിട്ട് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വാഷ് ഏരിയ കാണാം. സെയിം ആ ഒരു ഗ്രാനൈറ്റ് പീസിൽ തന്നെയാണ് വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ പാനലിംഗ് വർക്കുകളും മിററും വരുന്നുണ്ട്. താഴെ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗവും ചെറിയ രീതിയിൽ കബോർഡ് വർക്കുകൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ നിങ്ങൾക്ക് അവിടെ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. കിച്ചൺ നമുക്ക് വരുന്നത് ഈ ഒരു നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്. ഈ ഒരു പോർഷനിൽ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഇതൊരു ക്ലോസ്ഡ് കിച്ചൺ ആണ്. ബിക്കോസ് ഇതിന്റെ ഡോറൊക്കെ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നിങ്ങൾ ആ ഡൈനിങ് സ്പേസിന്റെ അവിടെ നിന്ന് വന്നോളൂ.
ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതുപോലൊരു ഓപ്പൺ കൗണ്ടർ കിട്ടുന്നത്. സോ നമുക്ക് ഇവിടെ കുക്ക് ചെയ്യുന്ന ഡിഷസ് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് ഡൈനിങ് ടേബിളിലേക്ക് സപ്ലൈ ചെയ്യാനായിട്ട് ചെറിയൊരു കൗണ്ടർ ഉണ്ട്. മുകൾ ഭാഗത്ത് നോക്കുവാണെങ്കിൽ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഈ ഒരു കിച്ചണിൽ നിങ്ങൾക്ക് വാസ്തുപരമായിട്ട് കിഴക്കോട്ട് തിരിഞ്ഞു തന്നെ നിന്ന് പാചകം ചെയ്യാവുന്ന രീതിയിലാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് ഒക്കെ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. 3 വിൻഡോസ് വരുന്നുണ്ട്. സറൗണ്ടിങ് ഏരിയാസിൽ ഗ്രേ കളർ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലും താഴെയും വൈറ്റ് കളറിലാണ് കിച്ചൺ ക്യാബിനറ്റ്സ് ചെയ്തിരിക്കുന്നത്. ആ ഭാഗത്തായിട്ട് സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നുണ്ട്. സ്പേഷ്യസ് ആയ കിച്ചൺ ആണ്. ഡോറ് തുറന്നാൽ പുറത്ത് സ്പേസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ വർക്ക് ഏരിയ കവർ ചെയ്തെടുക്കാം. റൂഫ് സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 3 BHK ആയ ഈ ഒരു വീടിന്റെ ഒന്നാമത്തെ ബെഡ്റൂം താഴത്താണ്. ഇതുപോലെയാണ് ഡോറിന്റെ പാറ്റേൺ വരുന്നത്. 11.5 9.5 ഫീറ്റിലാണ് നിങ്ങൾക്ക് ഈ ഒരു ബെഡ്റൂം സൈസ് കിട്ടുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ രണ്ടും ഭാഗത്തായിട്ടാണ് കിട്ടുന്നത്. റൂഫ് നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയ ഡിസൈനും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് നിങ്ങൾക്ക് വാർഡ്രോബ് ഫെസിലിറ്റി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ ഡോർ ഈ ഒരു പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിനകത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഗ്രേ ആണ് ടൈല് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ആ രീതിയിൽ തന്നെയാണ് ഫിറ്റിംഗ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് കാണുന്ന വോളിൽ ഇതുപോലെ ചെറിയൊരു ഓപ്പണിംഗ് ആണ്. ഗ്ലാസ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ സൺലൈറ്റ് അകത്തേക്ക് വരുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ വന്ന് നിൽക്കുന്നത് നേരെ ഒരു ഹാളിലേക്കാണ്. ആദ്യം തന്നെ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. 15.9 ഫീറ്റ് ആണ് ബെഡ്റൂം സൈസ്. വിൻഡോസ് നോക്കിയാൽ രണ്ട് ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. റൂഫില് വളരെ സിമ്പിൾ ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബുകളും ഡ്രസ്സിംഗ് ടേബിളും കൂടെ ഒന്നിച്ച് ഈ ഒരു ഭാഗത്ത് വൈറ്റ് ആൻഡ് വുഡൻ കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബാത്റൂമിനകത്തെ ടൈലുകൾ നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് ബ്രൗൺ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. സ്പേഷ്യസ് ആയ ബാത്റൂം ആണ് ഇവിടെ കിട്ടുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയാൽ നമ്മൾ നേരെ ഒരു ഹാളിലേക്കാണ് വരുന്നത്. നിങ്ങളുടെ അപ്പർ ലിവിംഗ് സ്പേസ് ഇവിടെയാണ്. നല്ലൊരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. സ്ട്രെയിറ്റും നിങ്ങളുടെ ആ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കോളൂ. അവിടെയും നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ടി വി യൂണിറ്റ് വെക്കാനായിട്ട് ഈ ഒരു വോള് യൂസ് ചെയ്യാവുന്നതാണ്. അതിനുള്ള പവർ പോയിന്റും നമ്മുടെ കേബിൾ വരാനുള്ള ഹോൾസും ഒക്കെ ഇവിടെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ബാൽക്കണിയിലേക്കുള്ള ഡോർ വരുന്നത് ഇവിടെയാണ്. ബാൽക്കണി നോക്കുവാണെങ്കിൽ ഹാൻഡ് റൈൽസ് ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയ്തിട്ട് ടഫിന്റെ ഗ്ലാസ് ആണ്. അതുകൂടാതെ നല്ലൊരു ജാളി വർക്കും അവിടെ വരുന്നുണ്ട്. മുകളിൽ നിന്നൊക്കെ നമുക്ക് വെയിലും അത്യാവശ്യം കാറ്റടിയൊക്കെ വരാതിരിക്കാനായിട്ട് റൂഫിങ്ങും ആ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂമിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് 12 ഫീറ്റ് ആണ് ബെഡ്റൂം സൈസ്. രണ്ട് ഭാഗത്തായിട്ട് നിങ്ങൾക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. സ്പേഷ്യസ് ആണ് ബെഡ്റൂം. റൂഫിൽ നേരത്തെ പോലെ തന്നെ സിമ്പിൾ ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് വരുന്നത്. ഇവിടെയാണ് ഡ്രസ്സിംഗ് ടേബിളും വാർഡ്രോബും കൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂം ടൈലുകളൊക്കെ നോക്കുവാണെങ്കിൽ ഗ്രേ കളറും ആണ്, ലൈറ്റ് ആൻഡ് ഡാർക്ക് ഗ്രേ കോമ്പിനേഷൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സൗകര്യം കിട്ടുന്നുണ്ട്. വാഷിംഗ് മെഷീൻ ഒക്കെ എവിടെയാണ് വെക്കേണ്ടതെന്ന് കാണണ്ടേ? ഈ ഒരു ഭാഗത്തെ ഡോർ തുറന്നാൽ നിങ്ങൾക്ക് വലിയൊരു യൂട്ടിലിറ്റി സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഒരു പൈപ്പ് കണക്ഷനും വേസ്റ്റ് വാട്ടർ ലൈനും കിട്ടുന്നുണ്ട്. വാഷിംഗ് മെഷീൻ ഇവിടെ പ്ലേസ് ചെയ്യാം. നല്ല വലിയൊരു സ്പേസ് തന്നെ യൂട്ടിലിറ്റിക്ക് ആയിട്ട് കിട്ടുന്നുണ്ട്. റൂഫ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. സ്പേഷ്യസ് ആയ ഏരിയ ആണ്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബഡ്ജറ്റിലെ വീടുകൾ കുറവാണ്. 75 ലക്ഷം രൂപയാണ് വീടിന് ഓണർ ചോദിക്കുന്നത്. വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി പൂക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്ന് വെറും 1 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇൻഫോ പാർക്ക്, ഇടപ്പള്ളി, ആലുവ, കുസാറ്റ് എല്ലായിടത്തേക്കും ഈസി ആക്സസ് ആണ്. എയർപോർട്ടിലേക്ക് വെറും 19 കിലോമീറ്ററും. നല്ലൊരു വില്ല പ്രൊജക്ടിനകത്താണ് വീട് വരുന്നത്. 3.5 സെന്റ് ആണ് ലാൻഡ്. 1700 സ്ക്വയർ ഫീറ്റ് ആണ്. 3.5 സെന്റിൽ 1700 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളും 2 വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് ഫെസിലിറ്റിയും കിട്ടുന്നുണ്ട്. വെൽ വാട്ടറും അവൈലബിൾ ആണ്. വാസ്തുപരമായിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. 75 എന്നുള്ള ഇതിന്റെ പ്രൈസ് വളരെ ചെറുതായിട്ട് നെഗോഷ്യബിൾ ആയിരിക്കുകയുള്ളൂ. 75 ലാക്സ് എന്നുള്ളത് വളരെ സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ പ്രൈസ് ആണ്. നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റിയിൽ ഈ വീട് സ്വന്തമാക്കാം. നിങ്ങൾ വീട് നോക്കുന്നവരാണെങ്കിൽ കറക്റ്റ് ആയിട്ട് അറിയാം. നിങ്ങൾ നോക്കി വരുന്ന വീടുകളെല്ലാം വളരെ പെട്ടെന്ന് സെയിൽ ആവുന്നുണ്ട്. ഇപ്പൊ കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് റിയൽ എസ്റ്റേറ്റ് ഫീൽഡ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീടുകൾ അണ്ടർ കൺസ്ട്രക്ഷൻ ഇരിക്കുന്ന സ്റ്റേജിൽ തന്നെ പലതും സെയിൽ ആവുകയാണ്. ഇതിപ്പോ ജസ്റ്റ് ഫിനിഷിംഗ് ആണ്. ഇന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിച്ചിട്ട് വീട് കാണാനായിട്ട് വരിക. നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഞങ്ങൾ ഫോൺ എടുത്തില്ല എങ്കിൽ വാട്സപ്പിലേക്ക് ജസ്റ്റ് ഒരു ഹായ് ആൻഡ് നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്തിടാൻ മറക്കരുത്. ഞങ്ങൾ എത്രയായാലും തിരിച്ചു വിളിച്ചോളാം നിങ്ങളെ.
അപ്പൊ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒട്ടും ലേറ്റ് ആക്കണ്ട, പെട്ടെന്ന് വിളിച്ചോളൂ. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി ഇനിയും കാണണ്ടേ? അതുവരേക്കും എല്ലാവർക്കും ബൈ.